ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഓംപ്ലേറ്റൊക്കെ അടിച്ചതിന് ശേഷം മുട്ടത്തോടൊക്കെ വെറുതെ കളയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെ മുട്ടത്തോട് കളയാതെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഐഡിയാസ് ചെയ്യാൻ പറ്റും. അപ്പം അത്തരം കുറച്ച് ഐഡിയാസ് കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഞാൻ മിക്സിയുടെ ഒരു കുഞ്ഞു ജാർ എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഞാൻ ഇതുപോലെ മുട്ടത്തോട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കത്രിക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലപോലെ മൂർച്ച കുറഞ്ഞിട്ടുള്ള ഒരു കത്രികയാണ്. എത്ര മൂർച്ച കൂടിയ കത്രിക ആയാലും കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ മൂർച്ച പോവാറുണ്ട്. അപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ട് പുതിയതൊരെണ്ണം വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതുപോലെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള മുട്ടത്തോടോ അതല്ലെങ്കിൽ ഗുളികയുടെ ഒക്കെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതോ ഈ ഒരു രീതിയിൽ കുറച്ച് സമയം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു കത്രികയുടെ മൂർച്ച നല്ല പോലെ കൂടി കിട്ടും കേട്ടോ. കത്രികയുടെ പോലെ തന്നെ പെട്ടെന്ന് മുറിച്ച് കുറയുന്ന ഒന്ന് തന്നെയാണ് മിക്സി ജാറിൻ്റെ ബ്ലേഡ്. അതും നമുക്ക് ഈ എഗ്ഷെല്ല് വെച്ചിട്ട് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതുപോലെ എഗ്ഷെല്ല് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ മിക്സി ജാറിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത അഴുക്കുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും ആ ഒരു ബ്ലേഡിൻ്റെ താഴെയൊക്കെ. അതെല്ലാം നമ്മൾ ഈ ഒരു എഗ്ഷെല്ല് പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു മിക്സി ജാർ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല മിക്സി ജാറിൻ്റെ ബ്ലേഡുകളൊക്കെ നല്ല മൂർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി മിക്സി ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ കുറയുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കത്രികയിൽ വരുന്ന ആ മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനിതാ ഇത്രയും എഗ്ഷെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല പോലെ പൊടിയായിട്ടൊന്നും കിട്ടണ്ട, ചെറിയ രീതിയിൽ തരിയുള്ള രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. എഗ്ഷെല്ല് ഞാൻ നല്ലപോലെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മിക്സിയുടെ ജാറ് നല്ലപോലെ തന്നെ ഒരു തിളക്കം വന്നതായിട്ട് കാണുന്നുണ്ടാവും. മാത്രമല്ല ഇതുപോലെ ഈ ബ്ലേഡിൻ്റെ അടിയിലൊക്കെ നമ്മൾ അരക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു വേസ്റ്റുകൾ അടിയാറുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ പറ്റാത്ത അത്ര കുഞ്ഞഴുക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എഗ്ഷെല്ലൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് എഗ്ഷെല്ല് പൊടിയുന്ന അതോടൊപ്പം തന്നെ ആ ഒരു വേസ്റ്റും നമുക്ക് പോന്നു കിട്ടും കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്ത് വരാം. ഇതുപോലെ മിക്സി ജാറിൽ നമ്മൾ എഗ്ഷെല്ല് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഉപകാരങ്ങൾ നടക്കും. ഒന്ന് ബ്ലേഡിൻ്റെ മൂർച്ച കൂടും. മാത്രമല്ല ആ ഒരു ബ്ലേഡിൻ്റെ താഴെയുള്ള കുഞ്ഞു കുഞ്ഞു അഴുക്കുകളെല്ലാം പോയി ജാറ് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ആ പൊടിച്ചെടുത്തിട്ടുള്ള എഗ്ഷെല്ലിലോട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ല എങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് എടുത്താലും മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് വിനെഗറാണ്. അപ്പോൾ ഞാൻ കുറച്ച് വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിനെഗർ ആഡ് ചെയ്യുന്ന സമയത്ത് അത് നല്ലപോലെ പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ പതഞ്ഞ് ഒരു പേസ്റ്റ് രൂപത്തിലാണുള്ളത്. ഒത്തിരി ലൂസായിട്ട് ഉണ്ടാവരുത്. അത് ആ ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു കിടിലൻ ക്ലീനിങ് ടിപ്പാണ് കാണിക്കുന്നത്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശം നല്ല രീതിയിൽ തന്നെ കറുപ്പായിട്ടുണ്ട്. ആ ഒരു വശത്തായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ എഗ്ഷെല്ലിൻ്റെയും ഡിഷ് വാഷ് ലിക്വിഡും വിനെഗറൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത് നിൽക്കുന്ന ഭാഗത്ത് മുഴുവനായിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വിനെഗർ ഇല്ലെങ്കിൽ നാരങ്ങ യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനിതാ ഈ ഒരു കറുത്ത് നിൽക്കുന്ന ഭാഗത്ത് മുഴുവനായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉരക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു വൈറ്റ് പോർഷൻ എനിക്ക് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സ്ട്രെസ് ചെയ്തൊന്നും ഉരക്കണ്ട. ഇതുപോലെയുള്ള സൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ. മാത്രമല്ല എഗ്ഷെല്ലിൻ്റെ ഞാൻ ചെറുതായിട്ട് തരികളുള്ള രൂപത്തിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ആ കറുത്ത് നിൽക്കുന്ന എല്ലാ ഭാഗവും ഞാൻ ഈ ഒരു രീതിയിൽ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എത്ര കരി പിടിച്ച പാത്രമായാലും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് കറുപ്പുള്ള ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് കഴുകിയെടുത്ത് വരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം എനിക്കത് ക്ലിയർ ആയിട്ട് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഞാനിത് ആദ്യ തവണ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കഴുകിയെടുത്തിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ അത്. ഇനി എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കുറേശ്ശേ ഉണ്ട്. ആ ഒരു വശത്ത് ഞാൻ ഒന്നുകൂടെ കൈ വെച്ചിട്ട് ആ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ വശത്തും ഞാൻ ഇതുപോലെ കൈവച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ പോലെ തന്നെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ആ ഒരു വശവും എനിക്ക് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ്. മാത്രമല്ല ഒത്തിരി സമയം നമ്മൾ ഉരച്ചെടുക്കുകയോ ഒന്നും വേണ്ട. ഞാൻ ഈ ഒരു പാന് ആദ്യം കാണിച്ചതും ഇപ്പോഴും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണുന്നുണ്ടാവും, എത്രത്തോളം അതെനിക്ക് എഫക്റ്റ് ആയി എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ ഇതുപോലെയൊക്കെ കരി പിടിച്ച പാത്രം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ വളരെയധികം ശല്യം ചെയ്യുന്ന ജീവികൾ തന്നെയാണ് ഉറുമ്പുകൾ, അതുപോലെ തന്നെ പാറ്റ, പല്ലി മുതലായവ. എന്നാൽ ഇവയെല്ലാം നമുക്ക് ഈ ഒരു എഗ്ഷെല്ല് വെച്ചിട്ട് ആട്ടി ഓടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ചുകൂടെ എഗ്ഷെല്ല് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് വളരെ കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി വെച്ചതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കർപ്പൂരമാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ഇടികല്ല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കർപ്പൂരത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ഞാൻ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഷെല്ലിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഉറുമ്പ് വരുന്നൊരു ഭാഗമാണിത്. ഈ ഒരു ടൈല് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനിടയിലുള്ള ഗ്യാപ്പിൽ കൂടിയിട്ട് ഏത് സമയത്തും അവിടെ ഉറുമ്പ് വരാറുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ധാരാളം ഉണ്ട്. മാത്രമല്ല ഉറുമ്പുള്ള ഭാഗത്ത് ചെറിയ ചെറിയ പൊടികൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പൊടിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടത്തോടും കർപ്പൂരം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഭാഗത്തുള്ള ഉറുമ്പെല്ലാം ഓടിപ്പോകുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ റൂമിൻ്റെയൊക്കെ കോർണറുകളിലൊക്കെ ഉറുമ്പ് വരാറുണ്ട്. ആ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മുടെ വീട്ടിലുള്ള സർവ്വമാന സാധനങ്ങൾ നാശമാക്കുന്ന ഒരു ജീവി തന്നെയാണ് എലി. എന്നാൽ ഇതുപോലെ എഗ്ഷെല്ല് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ എലിയെയും നമുക്ക് കൊല്ലാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള എഗ്ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് തരിയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. ആ കട്ടയൊക്കെ ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇത്രയും ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡിഷ് വാഷാണ്. നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ഇല്ല എങ്കിൽ ബാർ സോപ്പ് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ഒരു സ്ക്രബ്ബറാണ്. ഇത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ക്രബ്ബറൊക്കെ നമുക്കറിയാലോ, വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ദഹനം നടക്കില്ല. ഇത് എലി കഴിച്ചു പോവുകയാണെങ്കിൽ എലികൾ എന്തായാലും ചത്തുപോകും കേട്ടോ. അപ്പോൾ ഞാനിതാ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നിറയെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്ക്രബ്ബറിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ എഗ്ഷെല്ലും ഗോതമ്പ് പൊടിയും ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട, വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ. അപ്പം ഞാനിതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുകയാണ്. ഇതുപോലെ കുഞ്ഞു ഉരുളകളൊക്കെ ആക്കിയിട്ട് എലിശല്യം കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഉരുള കഴിച്ചു പോകുന്ന എലി ചത്തുപോകും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള എലിശല്യം നമുക്കിത് ഈ ഒരു രീതിയിൽ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താനും പറ്റും. അപ്പോൾ ഞാനിതാ 3 ഉരുള കുഞ്ഞതാക്കി എടുത്തിട്ടുണ്ട്. 4ാമത്തെ ഉരുള കുറച്ച് വലുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് പെരിച്ചാഴിയും ഇടയിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ മിക്സ് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള എലിയെയും പെരിച്ചാഴിയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും.
ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള എഗ്ഷെല്ല് കൊണ്ടുള്ള ഈ 5 ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.